ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഇടയ്ക്ക് എനിക്കൊരു കൊതിയൊക്കെ തോന്നുമ്പോൾ ഇതേപോലെ പൊതിച്ചോറ് ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരു 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റൂലേ, ആ കാറ്റഗറിയിൽ പെട്ട ആളാണ് കേട്ടോ ഞാൻ. എങ്ങനെ ലോങ് വീഡിയോ എടുക്കാൻ വെച്ചാലും ഇടയ്ക്കെങ്കിലും ഒരു ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ലാസ്റ്റ് ഷോട്ട് പോലെയൊക്കെ ആയി വരും. കുറച്ച് വീഡിയോസ് മാത്രം, അതിൻ്റെ കുറച്ച് പാട്ട്. അപ്പോൾ അത് ചോറ് ആദ്യം തന്നെ ഇടുക. ചോറ് അധികം ഇടണ്ട, കാരണം കറികൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ചോറിട്ടാൽ വയറ് പെട്ടെന്ന് നിറയും. അപ്പോൾ തേങ്ങയും ഇഞ്ചിയും പുളിയും വെച്ച തേങ്ങാ ചമ്മന്തി ഉണ്ട്, പിന്നെ കൊഴുവൽ പീരൊതുക്കിയത്, പിന്നെ അച്ചിങ്ങ തോരൻ, പിന്നെ ദേ മീൻ വറുത്തതില്ല, പകരം പലിഞ്ഞീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചു. പിന്നെ മത്തി ഒരെണ്ണം വെച്ചത്, പിന്നെ മുട്ട വറുത്തത്, പിന്നെ ഒരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ട്, കൊണ്ടാട്ടം. അച്ചാറ് മാത്രമില്ല കേട്ടോ, അച്ചാറ് ഉണ്ടായിരുന്നില്ല. പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ ഇതൊക്കെ സെറ്റാക്കി വെച്ച് പൊതിനൊക്കെ വെച്ചപ്പോഴത്തേക്കും അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു, മോന് പാടില്ല, അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അവളുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ടാ. ഞങ്ങളുടെ ടോക്കൺ നമ്പർ 50 പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ 30. പിന്നെ എന്തോ പെട്ടെന്ന് ഒക്കെ ടോക്കൺ നമ്പർ വിളിച്ചായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ടൈമൊന്നും അവിടെ പോസ്റ്റ് ആവേണ്ട വന്നില്ല, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവൾ മരുന്ന് വാങ്ങിക്കാൻ നിന്നപ്പോൾ ഞാൻ മോനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ, ഈ മരം അതിൻ്റെ അകത്ത് നിറച്ച് ഓർക്കിഡാണ്. പക്ഷേ ഞാൻ വീഡിയോ ഒക്കെ വലിയ ആളായിട്ട് എടുത്ത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ നിന്ന് ഒറിജിനലായിട്ട് കണ്ട പോലെയൊന്നും കാണാൻ പറ്റണില്ല കേട്ടോ. 12:30-1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എത്തി. വിശപ്പിൻ്റെ ടൈമാണ്. പൊതിച്ചോറായതുകൊണ്ട് എനിക്കെന്തോ വിശപ്പ് ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ അത് തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എൻ്റെ വായിലാണെങ്കിൽ കപ്പൽ കുടിക്കാനുള്ള വെള്ളമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പിക്ക് പോലും എടുത്തില്ല. പിന്നെ വീഡിയോ എന്നാണ് ഞാൻ പിക്കൊക്കെ എടുത്തത് തംബ്നെയിലിടാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് കൊതിയായിട്ട് വയ്യായിരുന്നു. പിന്നെ ഇതൊക്കെ ഇപ്പം തന്നെ കഴിച്ച് തീർക്കണം എന്ന് വിചാരിച്ചിട്ട് വേഗം എടുത്തെല്ലാം മാറ്റി, എല്ലാം കൂടി ചമ്മന്തിയും തോരനും മീനും കൊണ്ടാട്ടവും എനിക്ക് ആ കൺഫ്യൂഷൻ. നമുക്ക് ഇത്രയും കറികളൊക്കെ ആകുമ്പോൾ ഏതൊക്കെ എടുത്തതെന്നുള്ളൊരു കൺഫ്യൂഷനാണല്ലോ. എടുത്തതൊക്കെ ഒന്ന് രണ്ടാമതുകൂടിയൊക്കെ എടുത്ത് എല്ലാം കൂടി കുഴച്ച്, എൻ്റെ പൊന്നോ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ. ഇതേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ചതാണ്, പക്ഷെ ഇങ്ങനെ കാണാൻ പറ്റണ്ടായില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ഇട്ടാ, സ്വർഗം. ഞാൻ എന്നിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് എഴുന്നേറ്റ് എന്നിട്ട് ഒരു പിടിയിടി നേരെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നോക്കിയിട്ടൊക്കെ കാണിച്ചതാണിത്. അപ്പോൾ ഞാൻ എന്നിട്ട് എല്ലാം കൂടി ഇപ്പം തന്നെ കഴിച്ച് തീർക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ച്, പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് വയറൊക്കെ നിറഞ്ഞ്. പിന്നെ എനിക്ക് അങ്ങോട്ട് കഴിക്കാൻ പറ്റണില്ല. പിന്നെ പൊതിച്ചോറല്ലേ, കളയണ്ടേ ചോറെന്നൊക്കെ വിചാരിച്ച് ഒരു വിധത്തിലത് കഴിച്ച് തീർത്ത്. ഇത് കണ്ടിട്ട് കൊതി വന്നവരൊക്കെ ഒന്ന് പൊതിച്ചോറുണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ആ ഇലയിൽ പൊതിനൊക്കെ വെച്ചിട്ട് ആ ടൈമിൽ എടുക്കുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.